ഭൂമിയിൽ പല അവതാരങ്ങളിൽ കുടികൊണ്ട് ആശ്രയിക്കുന്നവർക്ക് അഭയം നൽകി സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ട് അധർമ്മത്തിൻ്റെ മുൾമുനയിൽ നിന്നും സകല ചരാചരങ്ങളെയും സംരക്ഷിച്ച് സന്തുലിതാവസ്ഥ നിലനിർത്തിപ്പോരുന്നു ആദിപരാശക്തി. സതിയായും ഗൗരിയായും രേണുകയായുമൊക്കെ അവതരിച്ച പരാശക്തി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും ഉത്ഭവത്തിന് കാരണഭൂതയായിരുന്നു എന്ന് ദേവി ഭാഗവതം പറയുന്നു. പരാശക്തിയുടെ അവതാരമായ മാരിയമ്മയുടെ അവതാരകഥ തികഞ്ഞ ഭക്തിയോടെ നമുക്ക് കേൾക്കാം. ദുഃഖഭാരത്താൽ കലുഷിത മനസ്സുമായി രേണുകാദേവി ആത്മഹത്യ ചെയ്യുവാനായി നദിയിലേക്ക് നടന്നു നീങ്ങി. നദിക്കരയിൽ വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന മാതങ്കി ഇത് കാണുകയും രേണുകാദേവിയെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ച് മാതങ്കിയുടെ കുടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. ഈ സമയത്ത് വിറകു ശേഖരിച്ച് കാട്ടിൽ നിന്നും തിരിച്ചെത്തിയ രാമൻ അച്ഛനിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ദുഃഖിതനായി. രേണുകയെ തലവെട്ടി വധിക്കണമെന്നും ഇഷ്ടമുള്ള വരം നൽകാമെന്നും ജമദഗ്നി മഹർഷി ഭൃഗുരാമനോട് പറഞ്ഞു. അങ്ങനെ രാമൻ രേണുകയെ അന്വേഷിച്ചു യാത്രയായി. മാതങ്കിയുടെ കുടിലിൽ തൻ്റെ അമ്മ ഉണ്ടെന്നറിഞ്ഞ ഭൃഗുരാമൻ അവിടെ ചെല്ലുകയും മാതങ്കിയോട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മാതങ്കി ഭൃഗുരാമനെ ഈ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പലതവണ ശ്രമിച്ചു. അതിൽ ക്രുദ്ധനായ രാമൻ ആദ്യം മാതങ്കിയുടെ ശിരസ് വെട്ടുകയും ശേഷം തൻ്റെ അമ്മയുടെ ശിരസ് വെട്ടുകയും ചെയ്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രക്തം പുരണ്ട മഴുവുമായി രാമൻ ജമദഗ്നി മഹർഷിയുടെ അരികിലെത്തി. ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ രാമൻ തൻ്റെ വാത്സല്യനിധിയായ അമ്മയെയും 4 മൂത്ത സഹോദരന്മാരെയും പുനർജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജമദഗ്നി ഭസ്മമായി കിടക്കുന്ന തൻ്റെ 4 പുത്രന്മാരെയും പുനർജീവിപ്പിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലജലം ജമദഗ്നി മഹർഷി രാമന് നൽകിക്കൊണ്ട് അമ്മയുടെ ശിരസും ഉടലും ചേർത്ത് വെച്ചുകൊണ്ട് ശിവസ്മരണ ചെയ്തുകൊണ്ട് കമണ്ഡലജലം തെളിച്ചാൽ രേണുക പുനർജീവിക്കുമെന്ന് പറഞ്ഞു. സന്തോഷത്താൽ മതിമറന്ന രാമൻ കമണ്ഡലജലവുമായി അമ്മയുടെ അരികിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോഴാണ് നിരപരാധിയായ മാതങ്കിയെ താൻ വധിച്ച കാര്യം രാമന് ഓർമ്മ വന്നത്. സന്തോഷത്താലും ധൃതിയാലും രാമൻ മാതങ്കിയുടെ ഉടലിൽ രേണുകയുടെ ശിരസ്സും രേണുകയുടെ ഉടലിൽ മാതങ്കിയുടെ ശിരസ്സും ചേർത്ത് വെച്ച് ശിവസ്മരണ ചെയ്തുകൊണ്ട് കമണ്ഡലജലം തെളിച്ചു. പുനർജീവൻ കിട്ടിയ മാതങ്കിയും രേണുകയും എഴുന്നേറ്റ് നിന്നപ്പോഴാണ് രാമന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ദുഃഖിതനായ പരശുരാമൻ്റെ അരികിലേക്ക് ജമദഗ്നി മഹർഷിയും മൂത്ത 4 സഹോദരന്മാരും എത്തി. ജമദഗ്നി മഹർഷി രാമനോട് പറഞ്ഞു, ഭൃഗുരാമ, വിഷമിക്കേണ്ടതില്ല, എല്ലാം വിധി നിശ്ചയമാണ്. ശിരസ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. രേണുകയുടെ ശിരസ്സും മാതങ്കിയുടെ ഉടലുമുള്ളവളാണ് ഇനി മുതൽ നിന്റെ അമ്മ. രേണുക ഇന്നു മുതൽ നിന്റെ മാത്രം അമ്മയല്ല, സകല ജഗത്തിൻ്റെയും അമ്മയാണ്. അതിനാൽ രേണുക ഇന്നു മുതൽ ജഗദംബ രേണുക എന്ന പേരിലും അറിയപ്പെടും. മാതങ്കിയുടെ ശിരസ്സും രേണുകയുടെ ഉടലുമുള്ളവളാണ് ഇനി മുതൽ മാതങ്കി. അവൾ രേണുകയുടെ തോഴിയായിരിക്കും. അങ്ങനെ രേണുകയും ജമദഗ്നി മഹർഷിയും പുത്രന്മാരും ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. പരശുരാമൻ മാതൃഹത്യാ പാപം തീരുവാൻ ശിവനെ തപസ്സു ചെയ്യാനായി മഹേന്ദ്രാചലത്തിലേക്ക് പുറപ്പെട്ടു. സുദർശനമൂർത്തിയുടെ അംശാവതാരമായ കാർത്തവീര്യാർജുനൻ ഹേഹയ വംശജനും മാഹിഷ്മതി ദേശത്തെ രാജാവുമായിരുന്നു. ഗുരു ദത്താത്രേയൻ്റെ ശിഷ്യനും കൂടിയായിരുന്നു കാർത്തവീര്യാർജുനൻ. അദ്ദേഹവും ഭടന്മാരും കാട്ടിൽ നായാട്ടു കഴിഞ്ഞ് വിശന്നു വലഞ്ഞ് അടുത്തു കണ്ട ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അന്നപാനാദികൾ ആവശ്യപ്പെട്ട രാജാവിനോടും ഭടന്മാരോടും കുളിച്ചു വരുവാനായി ജമദഗ്നി മഹർഷി ആവശ്യപ്പെട്ടു.
ഈ സമയം ജമദഗ്നി മഹർഷിയും രേണുകാദേവിയും തൊഴുത്തിലുണ്ടായിരുന്ന കാമധേനുവിനോട് അന്നപാനാദികൾ ആവശ്യപ്പെടുകയും കാമധേനു ഉടൻ അന്നപാനാദികൾ നൽകുകയും ചെയ്തു. കുളിച്ചു വന്ന രാജാവും ഭടന്മാരും അന്നപാനാദികൾ ആസ്വദിച്ച് കഴിച്ചു. ഞൊടിയിടയിൽ ഇത്രയും രുചിയേറിയ അന്നപാനാദികൾ നൽകിയത് കാമധേനുവാണെന്ന് ജമദഗ്നി മഹർഷിയിൽ നിന്നും കാർത്തവീര്യാർജുനൻ അറിഞ്ഞു. ആഗ്രഹങ്ങളെന്തും സാധിപ്പിച്ചു തരുന്ന കാമധേനുവിനെ തനിക്ക് സ്വന്തമായി വേണമെന്ന് കാർത്തവീര്യാർജുന രാജാവ് ജമദഗ്നി മഹർഷിയോട് ആവശ്യപ്പെട്ടെങ്കിലും ജമദഗ്നി മഹർഷിയും രേണുകയും അതിന് തയ്യാറായില്ല. എന്നാൽ രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ഭടന്മാർ ബലം പ്രയോഗിച്ച് കാമധേനുവിനെ മാഹിഷ്മതിയിലേക്ക് കൊണ്ടുപോയി. മാതാപിതാക്കളിൽ നിന്നും ഈ വിവരമറിഞ്ഞ രാമൻ മാഹിഷ്മതിയിലേക്ക് പുറപ്പെട്ടു. കാമധേനുവിനെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ട ഭൃഗുരാമനും അതിന് വിസമ്മതിച്ച കാർത്തവീര്യാർജുന രാജാവും തമ്മിൽ യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധത്തിൽ കാർത്തവീര്യാർജുനൻ്റെ 1000 കൈകളും ശിരസ്സും ഭൃഗുരാമൻ വെട്ടിക്കളഞ്ഞു. ശേഷം കാമധേനുവിനെ മോചിപ്പിച്ച് ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. കാർത്തവീര്യൻ്റെ മരണശേഷം മകനായ ജയധ്വജൻ രാജ്യഭാരമേറ്റു. തൻ്റെ പിതാവിനെ വധിച്ചതിലുള്ള പ്രതികാരവുമായി ജയധ്വജൻ പരശുരാമനില്ലാത്ത തക്കം നോക്കി ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുകയും ജമദഗ്നി മഹർഷിയുടെ ശിരസ് വെട്ടുകയും ചെയ്തു.